കരുണാകരൻ, ഞാൻ പാർവതിയുടെ പുറകെ പോട്ടെ. അവളും പ്രിയന്റെ അമ്മയും സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് കേൾക്കണം. ശരി മാഡം. ദേ പാറു വന്നല്ലോ. മോളെ, ഇപ്പോ എങ്ങനെയുണ്ടമ്മേ? അസുഖം കുറവുണ്ടോ? നീ ഇങ്ങനെ ഒന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നലെ മുഴുവൻ ഞാൻ കാത്തിരുന്നത്. എന്താണെന്ന് അറിയില്ല. നീ കൂടെയുള്ളപ്പോ മനസ്സിനൊരു ധൈര്യം കിട്ടും. അതിനാ നിന്നോട് വരാൻ പറഞ്ഞത്. ഞാൻ ആദ്യം ഹോസ്റ്റലിലേക്ക് വരാന്നാ കരുതിയത്. പക്ഷേ അവിടെ ആരൊക്കെയോ നിന്നെയും പ്രിയനെയും കുറിച്ച് മോശമായി സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ വരുന്നതുകൊണ്ട് ആ വക സംസാരങ്ങൾ കൂടുകയേ ഉള്ളൂ. നിന്നെ വീട്ടിലേക്ക് വിളിക്കാന്ന് വെച്ചാ നീ കമ്പനി, ഹോസ്റ്റല്, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഓട്ടത്തിലല്ലേ. വെറുതെ വയ്യാത്ത നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോ നിന്റെ അസുഖം മാറിയോ മോളെ? കുറവുണ്ടമ്മേ. ഹോ, സമാധാനായി. ഞാനിന്ന് വീട്ടിലേക്ക് വരണമെന്ന് കരുതിയതാ. കമ്പനിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. പക്ഷെ അവിടെ എത്തുന്നതിന് മുൻപ്. മോളെ, നീ എനിക്ക് ഒരു വിശദീകരണവും തരേണ്ട ആവശ്യമില്ല. നീ എന്ത് ചെയ്താലും അത് നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയായിരിക്കുമെന്ന് എനിക്കറിയാം. നീ വരാത്തതിന് പിന്നിലും അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതുകൊണ്ട് നിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ ഒരു നിമിഷത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. മോളെ പാറു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഒരു സംസാരവും ഇനി വേണ്ട. ഇനി മുതല് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ പ്രിയനോട് പോലും പറയാൻ നിൽക്കണ്ട. നേരിട്ട് എന്നോട് പറഞ്ഞോളൂ. നീ എന്നെ അമ്മായിയമ്മയായിട്ടല്ല, അമ്മയായിട്ട് തന്നെ കണ്ടോളൂ. ശരി, ഞാൻ വന്നത് ഇതൊന്നും പറയാനല്ല. കുറച്ചു നാളായി നമ്മുടെ കുടുംബത്തില് അപശകുനം പോലെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം സമയദോഷം കാരണമാണ്. നിനക്കും എനിക്കും അസുഖം വന്നതും പ്രിയനും നീയും തമ്മിലുള്ള അകൽച്ചയും എല്ലാം അതുകൊണ്ടായിരിക്കും. അതിനെന്തായാലും ഒരു പരിഹാരം ഉണ്ടാവും. അത് ചെയ്താൽ പണ്ടത്തെ പോലെ നമ്മുടെ സന്തോഷം തിരിച്ചു കിട്ടും. അതിന് ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തില് ധന്വന്തരി പൂജ നടത്താന്നാ ഞാൻ കരുതുന്നത്. അയ്യേ, ഇത്രേ ഉള്ളൂ. ഇവള് കൈലാഷിനോട് എന്താ പറയാൻ പോകുന്നെന്ന് പ്രിയന്റെ അമ്മയോട് പറയുന്ന ഞാൻ കരുതിയത്. പക്ഷേ ഇവര് വെറുതെ പൂജയും ഫാമിലി സെന്റിമെന്റ്സും പറഞ്ഞ് സമയം കളയാണല്ലോ. ശരി, നമുക്കെല്ലാവർക്കും കുടുംബത്തോടെ അമ്പലത്തിൽ പോയി പൂജ നടത്താം. ഹലോ, ഞാൻ സ്റ്റിച്ചിങ് യൂണിറ്റിലായിരുന്നു. മെഷീൻസിന്റെ സൗണ്ട് കാരണം നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പോ പുറത്തേക്ക് വന്നോണ്ടിരിക്കാം. പറഞ്ഞോളൂ. Yeah, I can hear you. Yeah, of course. എന്താ മോളെ നീയൊന്നും പറയാത്തത്? പൂജയ്ക്ക് ഞാനിങ്ങനെ വരുന്ന ആലോചിക്കായിരുന്നു. എനിക്ക് മനസ്സിലായി. നാളെ ലീവ് എടുത്ത് അമ്പലത്തിലേക്ക് വരികയാണെങ്കിൽ ചേച്ചിയുടെ കല്യാണത്തിന് കരുണാകരൻ ലീവ് തരുമോ എന്നല്ലേ നിന്റെ പേടി? ഞാൻ കൈലാഷിനെ വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. അയ്യോ അമ്മേ, അതൊന്നും വേണ്ട. മോളെ, ഇത് നിന്റെ നല്ലതിനും കൂടി നടത്തുന്ന പൂജയല്ലേ. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. പൂജ നാളെ തന്നെ നടത്തണോ അമ്മേ? വേറൊരു ദിവസത്തേക്ക് വെച്ചൂടെ? നല്ല കാര്യങ്ങൾ നീട്ടിവെക്കാൻ പാടില്ലെന്നല്ലേ കാരണവന്മാര് പറയാറ്.
പൂജ രാവിലെയാണ് വെച്ചിരിക്കുന്നത്. പൂജ ആകെ 2 മണിക്കൂർ മാത്രമേ ഉണ്ടാവൂ. അത് കഴിഞ്ഞ ഉടനെ ബൈക്കിൽ കയറി നിനക്കും പ്രിയനും കമ്പനി തുറക്കുന്നതിന് മുമ്പ് ഇവിടെ എത്താൻ പറ്റും. അമ്മേ, ആരെയും നിർബന്ധിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണ്ട അമ്മേ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ എന്റെ മരുമോളെ കാണാൻ വന്നതാ. അവളെ നാളത്തെ പൂജയ്ക്ക് ക്ഷണിക്കണ്ടേ? ഇവളുടെ കാല് പിടിച്ചാലും വരാൻ പോകുന്നില്ല. അമ്മ വെറുതെ ചോദിച്ച് നാണം കിടാൻ നിൽക്കണ്ട. അമ്മ പോവാൻ നോക്ക്. ഞാനും ഇവള് മര്യാദയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ എന്തിനാ ഇടയ്ക്കറി വന്നത്? നീ വിളിച്ച ഇവള് വരില്ലായിരിക്കും. പക്ഷേ ഞാൻ വിളിച്ച എന്റെ മരുമോള് എന്തായാലും വരും. എന്താ നിനക്ക് കാണണോ? മോളെ, നീ ഞങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക് വരില്ലേ? പറ മോളെ. ഞാൻ വരാം. കേട്ടല്ലോ, ഇവക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്. നീ ആവശ്യമില്ലാതെ ഇവളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് കാണും. അതാ നീ പറയുന്ന ഒന്നും അവള് കേൾക്കാത്തത്. ശരി മോളെ, ഞാൻ പോട്ടെ. നാളെ രാവിലെ റെഡി ആയിട്ട് വീട്ടിലേക്ക് വന്നാ മതി. നമുക്ക് ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോവാം. ശരി അമ്മ. എടാ, നീ വെറുതെ ഓരോന്നും പറഞ്ഞ് എന്റെ മരുമോളോട് വഴക്കുണ്ടാക്കാൻ നോക്കണ്ട. ഇവളെ നീ ബുദ്ധിമുട്ടിച്ചെന്ന് ഞാൻ അറിഞ്ഞ നിന്നെ പിന്നെ വീട്ടിൽ കയറ്റില്ല. ശരി ശരി, അമ്മ പോവാൻ നോക്ക്. ഞാനമ്മയ്ക്ക് ഓട്ടോ പിടിച്ചുതരാം. വേണ്ട മോളെ, നീ വെറുതെ ബുദ്ധിമുട്ടണ്ട. നിന്നോട് സംസാരിക്കാൻ ഞാൻ 5 മിനിറ്റിന്റെ അനുവാദമേ ചോദിച്ചിട്ടുള്ളൂ. നീ വേഗം തിരിച്ച് ജോലിക്ക് കയറിക്കോ, ഞാൻ പോയിക്കോളാം. പാറു, അവരെന്ത് സ്നേഹമുള്ള അമ്മായിയമ്മയാ. നീ ഭാഗ്യവതിയാ പാർവതി. പ്രിയനെ പോലൊരു പയ്യനെ ഇക്കാലത്ത് കിട്ടുന്നത് തന്നെ വലിയ പാടാ. അതിനു പിന്നെ ഒരു സാധ്യത ഉണ്ടെന്നെങ്കിലും പറയാം. പക്ഷേ ഇങ്ങനെ ഒരു അമ്മായിയമ്മ ലക്ഷത്തിലൊന്നേ കാണൂ. നിന്റെ ഒരു ഭാഗ്യം. എന്തായാലും എനിക്ക് സന്തോഷമായി. അമ്മയായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പാറുവിന്റെ മനസ്സ് മാറിയല്ലോ.